രാം ചരനെ നായകനാക്കി ശങ്കർ സംവിധാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ ആക്ഷൻ സിനിമയാണ് ഗെയിം ചേഞ്ചർ. ഗെയിം ചേഞ്ചറിലൂടെ മികച്ച അനുഭവം പ്രേക്ഷകർക്ക് നൽകാനാകുമെന്ന വിശ്വാസം തനിക്കുണ്ട്. രാം ചരൺ എന്ന നടന് ഇതൊരു ലൈഫ് ടൈം കഥാപാത്രമായിരിക്കുമെന്നും ശങ്കർ വ്യക്തമാക്കി. ഗെയിം ചേഞ്ചറിൽ താൻ പൂർണ്ണ സംതൃപ്തനാണ്. ഉജ്ജ്വലമായ തിരക്കഥയിൽ ഒരുങ്ങിയ ഒരു റേസി സിനിമയായിരിക്കും ഇതെന്നും അദ്ദേഹം പറഞ്ഞു. 400 കോടിയാണ് സിനിമയുടെ മുഴുവൻ ബജറ്റായി കണക്കാക്കുന്നത്. കേരളത്തിൽ സിനിമ റിലീസിനെത്തിക്കുന്നത് E4 എന്റർടൈൻമെന്റ്സ് ആണ്. അല്ലു അർജുൻ നായകനായി എത്തിയ പുഷ്പ 2 കേരളത്തിൽ എത്തിച്ചതും E4 എന്റർടൈൻമെന്റ്സ് ആയിരുന്നു. തമിഴ്, തെലുങ്ക്, ഹിന്ദി പതിപ്പുകൾ കേരളത്തിൽ പ്രദർശനത്തിനെത്തിക്കും. ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസിന്റെയും സി സ്റ്റുഡിയോസിന്റെയും ബാനറുകളിൽ എം ദിൽരാജു, സെരീഷ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഗെയിം ചേഞ്ചറിന്റെ പുറത്തു വന്ന ടീസറും ഗാനങ്ങളും ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു. സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടും രാം ചരന്റെ ക്യാരക്ടറിന്റെ ഏകദേശ സ്വഭാവം മനസ്സിലാക്കി തരുന്ന ടീസറിനും മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചത്. ഈ ചിത്രത്തിൽ രാം ചരൺ ഡബിൾ റോളിലായിരിക്കുമെന്നാണ് സൂചന. കിയാര അദ്വാനിയാണ് ചിത്രത്തിൽ നായികാ വേഷത്തിലെത്തുന്നത്. അങ്ങനെയെങ്കിൽ വിനയ വിധേയ രാമ എന്ന ചിത്രത്തിന് ശേഷം രാം ചരൺ, കിയാര എന്നിവർ നായികനായകന്മാരായി എത്തുന്ന രണ്ടാമത്തെ ചിത്രമാണ് ഗെയിം ചേഞ്ചർ. SJ സൂര്യ, അഞ്ജലി, പ്രകാശ് രാജ്, ശ്രീകാന്ത്, സുനിൽ എന്നിവരാണ് മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. S തമനാണ് സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചത്. ശ്രേയ ഘോഷൽ, കാർത്തിക് എന്നിവർ ചേർന്ന് ആലപിച്ച നാനാ ഹൈരാന എന്ന ചിത്രത്തിലെ ഗാനവും ശ്രദ്ധേയമായിരുന്നു. സംവിധായകൻ ശങ്കറിന്റെ ഡയറക്ഷനിലുള്ള ആദ്യ തെലുങ്ക് ചിത്രം എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. 1993 പുറത്തിറങ്ങിയ ജെന്റിൽമാൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ശങ്കർ സംവിധാന രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത്. ആ ചിത്രത്തിന് ഫിലിംഫെയർ ബെസ്റ്റ് ഡയറക്ടർ അവാർഡ്, തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡ് എന്നിവ ലഭിച്ചിരുന്നു. ബ്ലോക്ക് ബസ്റ്ററായ സിനിമയ്ക്ക് നിരവധി മികച്ച പ്രതികരണങ്ങളും നേടാനായി. പ്രഭുദേവ നായകനായി എത്തിയ കാതലാണ് ശങ്കറിന്റെ രണ്ടാമത്തെ ചിത്രം. 1996 പുറത്തിറങ്ങിയ കമൽഹാസൻ ചിത്രമായ ഇന്ത്യനും അദ്ദേഹം സംവിധാനം ചെയ്തു. 2005 റിലീസായ അന്യൻ എന്ന ചിത്രം അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് എന്ന് പറയാവുന്ന ചിത്രമായിരുന്നു. സൈക്കോളജിക്കൽ ത്രില്ലറായ ചിത്രത്തിൽ വിക്രമായിരുന്നു നായക വേഷത്തിലെത്തിയത്. അത് മികച്ച വിജയം നേടിയ ചിത്രം തന്നെയായിരുന്നു. വേറിട്ട സിനിമകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. കാരണം വ്യത്യസ്ത തീമായിരിക്കും അദ്ദേഹത്തിന്റെ ഓരോ സിനിമയിലും ഉള്ളത്. 2010 അദ്ദേഹം സംവിധാനം ചെയ്ത സയൻസ് ഫിക്ഷൻ ചിത്രമായ എന്തിരൻ ആ കാലത്തെ മികച്ച കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു. രജനീകാന്ത് നായകനായി എത്തിയ ചിത്രത്തിൽ ഐശ്വര്യ റായി ആയിരുന്നു നായികയായി എത്തിയത്. 2015 പുറത്തിറങ്ങിയ എന്ന സിനിമയും വ്യത്യസ്ത രീതിയിലുള്ളതായിരുന്നു. വിക്രമിന്റെ വേറിട്ട വേഷപ്പകർച്ചകൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചു. മികച്ച വിജയം നേടിയ ആ ചിത്രത്തിൽ നായികയായി എത്തിയത് എമി ജാക്സൺ ആയിരുന്നു. ഇന്ത്യൻ 2 ആയിരുന്നു ശങ്കറിന്റെ സംവിധാനത്തിൽ അവസാനമായി പുറത്തിറങ്ങിയ സിനിമ. അദ്ദേഹത്തിന്റെ തന്നെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ എന്ന സിനിമയുടെ സീക്വൽ ആയിരുന്നു ഇന്ത്യൻ 2. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.